രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ചെറു സംഘങ്ങളായി പച്ചക്കറി കൃഷി. തുടർന്ന് ഓണം വിപണി ലക്ഷ്യമാക്കി തരിശിടങ്ങളിൽ ചെണ്ടുമല്ലിയും കുറ്റിമുല്ലയും അടക്കമുള്ള പുഷ്പകൃഷി. വർഷം മുഴുവനും സ്ഥിരമായ ആദായം നിലനിർത്തുന്നതിനുള്ള സുസ്ഥിര കൃഷിരീതികൾ അവലംബിച്ചു തുടങ്ങുകയാണ് എലപ്പുള്ളി കൃഷിഭവൻ. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ 25 ഏക്കറിലധികം സ്ഥലത്ത് സ്റ്റാഗ്ഗേർഡ് പച്ചക്കറി സംഘങ്ങളിലൂടെ കർഷകരെ സംഘടിപ്പിച്ച് ഇക്കുറി പച്ചക്കറി കൃഷി വ്യാപിപ്പിച്ചു. ഹരിതവനി പച്ചക്കറി ഉൽപാദക സംഘം കൺവീനർ മണിയേരി ചെന്താമരയുടെ നേതൃത്വത്തിലാണ് സ്റ്റാർഗേർഡ് സംഘം പ്രവർത്തനം ആരംഭിച്ചത്. മത്തൻ, കുമ്പളം, ചീര, വെണ്ട, വഴുതന എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തത്. രണ്ടാം വിള കൃഷി കഴിഞ്ഞ ഉടൻ പച്ചക്കറി കൃഷിക്ക് കൃഷിഭവന്റെ മാർഗനിർദ്ദേശങ്ങളോടെ ഒരുക്കം ആരംഭിച്ചു. ഒരു പരിധിവരെ ജൈവരീതിയിലായിരുന്നു കൃഷി നടത്തിയത്. നല്ല വിളവ് ലഭിച്ചു. പച്ചക്കറിക്ക് നിലവിൽ നല്ല വില ലഭിച്ചതിനാലും കൃഷിവകുപ്പിന്റെ വെജിറ്റബിൾ ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നതിനാലും കൃഷിയേറെ ആദായകരമായിരുന്നുവെന്ന് കർഷകൻ പറഞ്ഞു. പഞ്ചായത്തിൽ കർഷകന് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന കൃഷിരീതികൾ വ്യാപിപ്പിക്കുമെന്ന് കൃഷി ഓഫീസർ BS വിനോദ് കുമാറും അറിയിച്ചു. മണിയേരി ചെന്താമരയുടെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശശിധരൻ, VR ബാബു, R. ശകുന്തള, ജൈനിവാസ്, അയ്യപ്പൻ, ഷാജികുമാർ, കൃഷി അസിസ്റ്റന്റ് സനൽ എന്നിവർ പങ്കെടുത്തു.